ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാർജിനൽ കോൺസെപ്റ്റിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ്. എങ്ങനെയാണ് പ്രോബ്ലംസ് നമ്മളെപ്പോഴും ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കാണും AC, MC. അപ്പോൾ ഇതൊക്കെ എന്താണ്, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് പഠിക്കാം. എളുപ്പമാണ്. അപ്പോൾ അതിന് മുമ്പിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം ഈ മൊഡ്യൂളിൽ തന്നെ ഇനി നമുക്ക് പഠിക്കാനുള്ളത്, അതായത് ഞാൻ വീഡിയോ ഇടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഇൻ എക്കണോമിക്സ്, അതായത് മാർജിനൽ കോൺസെപ്റ്റിൻ്റെ കുറച്ചിത്, അത് 15 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് പഠിക്കുക, എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ കൺസ്ട്രൈൻഡ് ഒപ്റ്റിമൈസേഷൻ, അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറേ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. പിന്നെ ഇലാസ്റ്റിസിറ്റി, പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ്, ഇങ്ങനെ 4 ടോപ്പിക്കും കൂടെ ഉണ്ട്. അപ്പോൾ അത് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് പഠിക്കണം, അത്യാവശ്യമായിട്ട് പഠിക്കണം. ഇത്രയും തിയറിയാണ്, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, പ്രോബ്ലംസൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. തിയറി പോർഷൻസൊക്കെ നിങ്ങൾ നോക്കിക്കോ. അതുപോലെ തന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ട്, റോൾ ഓഫ് മാത്സ് ഇൻ എക്കണോമിക്സ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പലർക്കും അതിൽ ഡൗട്ടുണ്ട്. അപ്പോൾ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതിനകത്ത് തന്നെ കുറച്ച് തിയറി പോർഷൻസ് പഠിക്കാനുണ്ട്. വേരിയബിൾ, സ്ലോപ്പ്, ഇൻ്റർസെപ്റ്റ്സ്, പിന്നെ എൻഡോജീനിയസ്, എക്സോജീനിയസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ച് ഇൻഡിപെൻഡൻറ്റ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്. അപ്പോൾ അതൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. മാർജിനൽ കോൺസെപ്റ്റിൻ്റെ പ്രോബ്ലംസ്. ഫസ്റ്റ് പ്രോബ്ലം നോക്കിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? പിയും തന്നിട്ടുണ്ട്, സിയും തന്നിട്ടുണ്ട്. പി എന്ന് പറഞ്ഞാൽ പ്രൈസ്, സി എന്ന് പറഞ്ഞാൽ കോസ്റ്റ്. പി എന്ന് പറഞ്ഞാൽ പ്രൈസ്, സി എന്ന് പറഞ്ഞാൽ കോസ്റ്റ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒന്നാമത്തെ പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. MC കണ്ടുപിടിക്കാൻ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് MCയും ACയും കണ്ടുപിടിക്കാനാണ്. അപ്പോൾ MC കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. MC എന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഇക്വേഷൻ എഴുതി വെച്ചേക്കുന്നത് dC/dx, അതായത് കോസ്റ്റ് പ്രൈസിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് MC കിട്ടും. കോസ്റ്റ് പ്രൈസ് നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഡയറക്റ്റ് എടുക്കുമ്പോഴത്തേന് നമുക്ക് എന്ത് കിട്ടും? മാർജിനൽ കോസ്റ്റ് കിട്ടും. എന്താണ്? കോസ്റ്റ് പ്രൈസിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മാർജിനൽ കോസ്റ്റ് കിട്ടും. ഓക്കെ, സെറ്റാണേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാർട്ട് ചെയ്തു. സി നമ്മൾ എഴുതി, സിയുടെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് മാർജിനൽ കോസ്റ്റ് കിട്ടി. അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിൻ്റെ ഡെറിവേറ്റീവ്, മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ റവന്യൂവിൻ്റെ ഡെറിവേറ്റീവ്. പിന്നെ ഏതാണ് മാർജിനൽ വരുന്നത്? അങ്ങനെയാണ് സംഭവം. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതാണ് ഫസ്റ്റ് പാർട്ട്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിച്ച് എളുപ്പമാണ്. ഡെറിവേറ്റീവ്സ് അറിയാവുന്നവർക്ക് എളുപ്പമായിട്ട് കണ്ടുപിടിക്കാം. x² ഡെറിവേറ്റീവ് 2x + 2x ഡെറിവേറ്റീവ് 2. എങ്ങനെയാണ് x² ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ മറ്റേ ഇക്വേഷൻ വെച്ചിട്ട് dy/dx x⁻n = nx⁻n-1. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നോക്കിക്കേ, മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റവന്യൂവിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് മാർജിനൽ റവന്യൂ കിട്ടും. ഇനി എന്താണ്, ഇപ്പം നമുക്കിവിടെ റവന്യൂ തന്നിട്ടില്ല അല്ലേ, കോസ്റ്റും പ്രൈസ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് റവന്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ്. എന്താണ്? ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ്. ഇനി എന്താണ് ക്വാണ്ടിറ്റി? പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഇവിടെ തന്നിട്ടുള്ള P ആണെന്ന് നമുക്കറിയാം. ഇനി ക്വാണ്ടിറ്റി എന്തോന്നറിയാമോ? ഇവിടെയുള്ള വേരിയബിൾ ഏതാണ്? എക്സ് അല്ലേ ഇതിനകത്തുള്ള വേരിയബിൾ? എക്സ്. അതിനെയാണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ Q വെച്ചിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ 2Q² + 4Q എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ Q ആണ് അവിടുത്തെ ക്വാണ്ടിറ്റി, Q അല്ലേ അവിടുത്തെ വേരിയബിൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കിക്കോ. അപ്പോൾ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് എന്താ കണ്ടുപിടിക്കണം? റവന്യൂ കണ്ടുപിടിക്കണം, ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കണം. ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ്. ക്വാണ്ടിറ്റി നമ്മുടെ ഇവിടെ ആരാണ്? എക്സ് ഇൻറ്റു പ്രൈസ്. എത്രയാണ് ഇവിടെ പ്രൈസ് നമുക്ക് തന്നേക്കുന്നത്? എത്രയാണ് നോക്കാം. 15 - 2x. അതാണ്ട് ഈ വട്ടത്തിൽ കിടക്കുന്നത് 15 - 2x. അടുത്ത്
അപ്പോൾ നമ്മൾ ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ് ഇൻറ്റു പ്രൈസ് നമുക്ക് 50 മൈനസ് 2x അത് ചെയ്ത്, എന്നിട്ട് നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. 15 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഇൻറ്റു 2x, അപ്പോൾ 2x² എന്ന് വരും. ഓക്കെ, അതൊക്കെ ഞാൻ മുമ്പിലുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടത് പറയാത്തത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ടോട്ടൽ റവന്യൂ വരെയല്ലേ കണ്ടുപിടിച്ചോളൂ. ഇനി നമുക്ക് ആരെയാണ് വേണ്ടത്? മാർജിനൽ റവന്യൂ. അപ്പോൾ നമുക്ക് റവന്യൂ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാർജിനൽ റവന്യൂ കിട്ടും. അങ്ങനെ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. dy/dx ഓഫ് 50 മൈനസ് 2x², ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ 50xൻ്റെ ഡെറിവേറ്റീവ് 15 മൈനസ് 2x² ഡെറിവേറ്റീവ് 4x. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഒന്നും കൂടി പറയണോ? 15xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ dy/dx ഓഫ് dy/dx ഓഫ് 15x എന്ന് പറയുമ്പം എങ്ങനെയാണ് ചെയ്യുന്നത്? 15x എന്ന് പറയുമ്പോൾ എക്സിൻ്റെ പവർ 1, 15 ഇൻറ്റു 1 15, പിന്നെ എക്സിന് 1 മൈനസ് 1 ചെയ്യുമ്പോഴത്തേന് x⁻0, x⁻0 എന്ന് പറഞ്ഞാൽ 1, അപ്പോൾ 15 ഇൻറ്റു 1, അപ്പോൾ 15 മാത്രം കിട്ടും. 2x² ആകുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 2x² ആകുമ്പോൾ 2നെ വെളിയിലിടുക, 2നെ വെളിയിലിട്ടിട്ട് x² ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x എന്ന് കിട്ടും. അപ്പോൾ 2 ഇൻറ്റു 2x, അപ്പോൾ 4x. ഓക്കെ, അതൊക്കെ അറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അതൊക്കെ പഠിച്ചിട്ട് വേണം വരാൻ. അപ്പോൾ അടുത്ത നോക്കാം. അപ്പോൾ നമുക്ക് മാർജിനൽ റവന്യൂവും കിട്ടിയല്ലേ. ഇനി നമുക്ക് മൂന്നാമതായിട്ട് കണ്ടുപിടിക്കേണ്ടത് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനായിട്ട് MC = MR. അപ്പോൾ മാർജിനലിൻ്റെ കേസിലാണ് കേട്ടോ. മാർജിനലിൻ്റെ കേസിൽ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനായിട്ട് MC = MR. അപ്പോൾ നമുക്ക് നമ്മൾ കണ്ടുപിടിച്ചു, MR നമുക്ക് കണ്ടുപിടിച്ചു. ഞാൻ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എക്സിൻ്റെ ആൾക്കാരെ ഒരു സൈഡിൽ ഇട്ടു, നമ്പറിൻ്റെ ആൾക്കാരെ മറ്റേ സൈഡിൽ ഇട്ട്. അപ്പോൾ 2x + 4x എന്ന് പറഞ്ഞാൽ 6x കിട്ടി, 15 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 13 കിട്ടി. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 13/6 എന്ന് കിട്ടി. അപ്പോൾ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് കിട്ടി. ഇനി അപ്പോൾ നാലാമത്തെ എന്തുവാന്ന് നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം പ്രൈസ്. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് കിട്ടിയ വാല്യൂ പ്രൈസിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഇതല്ലേ നമ്മുടെ പ്രൈസ്, ഇതിനകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടിയ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് കണ്ടേ, ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിയല്ലോ, ആ എക്സിൻ്റെ വാല്യൂ ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇക്വിലിബ്രിയം പ്രൈസ് കിട്ടുന്നത്. മനസ്സിലായോ? ഈ എക്സിൻ്റെ വാല്യൂ നമ്മൾ എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? പിയിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വിലിബ്രിയം പ്രൈസ് കിട്ടും. ഓക്കെ, സെറ്റായേ? അപ്പം അങ്ങനെ നമ്മൾ 15 മൈനസ് 4x, എക്സിൻ്റെ സ്ഥാനത്ത് 13/6 എഴുതി, 6ഉം 4ഉം ക്യാൻസൽ ചെയ്ത് 2ഉം 3ഉം വന്ന് 15 മൈനസ് 26/3, അപ്പോൾ നമുക്ക് 19/3 എന്ന് കിട്ടി. ഓക്കെ, സെറ്റല്ലേ? ഇനി അടുത്ത നമുക്ക് നോക്കാം ആവറേജ് കോസ്റ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ടോട്ടൽ കോസ്റ്റ് ബൈ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി നമ്മൾ എന്താണെന്ന് നേരത്തെ പറഞ്ഞതാണ്. ടോട്ടൽ കോസ്റ്റ്, അതായത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? CX എന്ന് പറഞ്ഞാൽ x² + 2x. നോക്കാം, x²/2x ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾ. ഇവിടുത്തെ വേരിയബിൾ ആരാണ്? എക്സ്. അപ്പോൾ x² + 2x/x. എന്നിട്ട് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എക്സ് എന്ന് പറഞ്ഞാൽ 2 പേർക്കുള്ളത്, ഇവർക്ക് 2 പേർക്കുള്ളത്. അപ്പോൾ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്യും. അപ്പോൾ x² എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? x ഇൻറ്റു എക്സ് അല്ലേ, ബൈ ഒരു എക്സും കൂടെ വരിക. അപ്പോൾ ഒരു എക്സും ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് x എന്ന് കിട്ടും. ഇനി അടുത്ത 2x/x. 2x/x എന്ന് പറയുമ്പോൾ എക്സും ക്യാൻസൽ ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായോ അതെങ്ങനെയാണ് വന്നതെന്ന്? കണ്ടേ, ഇത് വന്നത് മനസ്സിലായല്ലോ. അടുത്ത അപ്പോൾ അങ്ങനെയാണ് ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ്? ടോട്ടൽ കോസ്റ്റ് ബൈ ക്വാണ്ടിറ്റി. ഇനി ആവറേജ് കോസ്റ്റ് വെൻ ഔട്ട്പുട്ട് ഈസ് 4 യൂണിറ്റ്സ്. ഔട്ട്പുട്ട് അതായത് നമ്മുടെ എക്സിൻ്റെ വാല്യൂ 4 യൂണിറ്റ്സ് വരുമ്പോൾ ഉള്ള AC കണ്ടുപിടിക്കുക, ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ എന്താണ്? എക്സിൻ്റെ സ്ഥാനത്തോട്ട് 4 ഇട്ട് കൊടുത്താൽ മതി. 4 + 2 6. ഓക്കെ, സെറ്റാണ്. അപ്പം നമുക്ക് ഒന്നും കൂടെ നോക്കാം, നമ്മൾ പഠിച്ച എല്ലാം കൂടെ ഒന്നും കൂടെ നോക്കാം. ആദ്യം നമ്മൾ പഠിച്ച മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാനാണ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിൻ്റെ ഡെറിവേറ്റീവ്, പിന്നെ മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ DR/dx, അതായത് മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ റവന്യൂവിൻ്റെ ഡെറിവേറ്റീവ്, ടോട്ടൽ റവന്യൂവിൻ്റെ ഡെറിവേറ്റീവ്. ടോട്ടൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ്.
പിന്നെ നമ്മൾ പഠിച്ചത് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ എം സിയും എം ആറും ഈക്വൽ ആയിട്ട് വരും. അങ്ങനെ നമ്മൾ ഔട്ട്പുട്ട് കണ്ടുപിടിച്ചു, ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് കണ്ടുപിടിച്ചു. എന്നിട്ട് ഇക്വിലിബ്രിയം പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എക്സിൻ്റെ സ്ഥാനത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പ്രൈസ് കണ്ടുപിടിച്ചു. പിന്നെ എ സി കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ കോസ്റ്റ് ബൈ ക്വാണ്ടിറ്റി, പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട് 4 യൂണിറ്റ്സ് ആകുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 4 ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്തു. ഓക്കെ, സെറ്റല്ലേ? ഇനിയുള്ളത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിടണം. എ സി നമുക്ക് 3Q + 7 എന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എം സി ആണ്. അപ്പോൾ നമുക്ക് ആലോചിക്കണം. ഇന്ന് നമ്മുടെ കുറച്ച് ബുദ്ധി വികസിപ്പിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ചോദ്യത്തിൽ നിന്ന് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കണം. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എം സി ആണ്. അപ്പോൾ നമുക്കറിയാം എം സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ dc/dq ആണ്. dc/dq ആണ്. ഇവിടെ Q ആണ് കേട്ടോ ഇത് വേരിയബിൾ. അപ്പോൾ ക്വാണ്ടിറ്റി ഏതാണ്? Q ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം dc/dq. ഇവിടെ Q ആയതുകൊണ്ടാണ് dq വന്നത്. dq ആണ് നമ്മുടെ എം സി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും സി എവിടെ നിന്ന് കിട്ടി? സി എവിടെ നിന്ന് കിട്ടും? അപ്പോൾ നമുക്കറിയാം എ സി തന്നിട്ടുണ്ട്. അപ്പോൾ എ സി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തുവാ? ടോട്ടൽ കോസ്റ്റ് ബൈ ക്വാണ്ടിറ്റി. അപ്പോൾ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ വേരിയബിളാണ്. അത് നമുക്കറിയാം Q ആണ്. ഇതാണ് നമ്മുടെ എ സി. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചുകൂടെ? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടത്തില്ലേ? അങ്ങനെ നമ്മൾ ചെകഞ്ഞ് ചിന്തിക്കണം. ഓക്കെ, ലോജിക്ക് മനസ്സിലായോ? അപ്പോൾ എം സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എം സിയുടെ ഇക്വേഷൻ ഓർത്ത് നോക്കണം. അപ്പോൾ ഇക്വേഷൻ ഓർത്ത് നോക്കിയപ്പോൾ സി ഇല്ല. അപ്പം നമുക്ക് ബോധം വന്ന് എ സി ഉണ്ട്. അപ്പോൾ എ സി എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ബൈ ക്വാണ്ടിറ്റിയാണ്. ക്വാണ്ടിറ്റി നമുക്കറിയാം, എ സി നമുക്കറിയാം. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമായി. ഓക്കെ, അങ്ങനെ നമ്മൾ ക്യൂവിനെ അപ്പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 3×Q 3Q² + 7×Q 7Q എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടി. ഇനി നമുക്ക് എം സി കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. ഈ ടോട്ടൽ കോസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എം സി കിട്ടും. മനസ്സിലായോ? ഇതിനകത്ത് ലോജിക്ക് മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇവിടെ ആണെങ്കിൽ എ സി തന്നാൽ എം സി എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് പഠിച്ചതല്ല, നമ്മൾ തന്നെ ഓർത്ത് പഠിക്കണം. അപ്പോൾ എപ്പോഴും നമുക്ക് ഇക്വേഷൻ കാണാതെ പഠിക്കാനൊന്നും പറ്റില്ല. ചില സമയത്ത് നമ്മൾ തന്നെ ഇക്വേഷൻ സ്വന്തമായിട്ട് കണ്ടെത്തേണ്ടി വരും. അപ്പം നമ്മളിങ്ങനെ ഓർക്കണം, എം സി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ സി തന്നിട്ടുണ്ട്. എം സി എന്ന് പറഞ്ഞാൽ dc/dq ആണ്. അപ്പോൾ സി കണ്ടുപിടിക്കണം. അപ്പോൾ എ സി നമുക്കറിയാം, എ സി അറിയാം, ക്വാണ്ടിറ്റി അറിയാം. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എം സി കിട്ടും. സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ഫംഗ്ഷൻ ഫോർ പ്രൊഡ്യൂസിങ് കമ്മോഡിറ്റി ഇൻ എക്സ് ക്വാണ്ടിറ്റി. ഉണ്ട്, ഇവിടെ ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട് എക്സ് ആണ്. ഇവിടെ അല്ലെങ്കിൽ നമുക്കറിയാം ഇവിടുത്തെ വേരിയബിൾ ആരാണ്? എക്സ് ആണെന്ന് അറിയാം. ടി സി എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുണ്ട്. എ സിയും കണ്ടുപിടിക്കണം, എം സിയും കണ്ടുപിടിക്കണം. എ സി കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ, ടോട്ടൽ കോസ്റ്റ് ബൈ ക്വാണ്ടിറ്റി. അതായത് നമ്മുടെ ഈ ടി സി ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി. ഇവിടെ എത്രയാണ്? എക്സ്. അല്ലെങ്കിൽ ഇവിടുത്തെ വേരിയബിൾ എത്രയാണ്? എക്സ്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എല്ലാത്തിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത് 60/x മൈനസ് 12x/x പ്ലസ് 2x²/x. ഇവിടെ ഒന്നും ക്യാൻസൽ ചെയ്യലല്ലോ, അത് അതുകൊണ്ട് തന്നെ ഇട്ട് ഇവിടുത്തെ എക്സും പോയി, ഇവിടുത്തെ ഒരു എക്സും പോയി. അപ്പം നമുക്ക് എങ്ങനെ കിട്ടി? 60x മൈനസ് 12 പ്ലസ് 2x എന്ന് കിട്ടി. അങ്ങനെ നമുക്ക് എ സി കിട്ടി. ഇനി അടുത്തത് എം സി കണ്ടുപിടിക്കണം. എം സി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ചെയ്യാമല്ലോ, dc/dx. ഇവിടെ നമുക്ക് സി തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ടോട്ടൽ കോസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് എം സി കിട്ടും. 60യുടെ ഡെറിവേറ്റീവ് 0 മൈനസ് 12xൻ്റെ ഡെറിവേറ്റീവ് 12, 2x² ഡെറിവേറ്റീവ് 4x. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഞാനാണെങ്കിൽ കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ്റെയൊക്കെ പ്രോബ്ലംസ് ഇടാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.